ഹായ് ഓൾ. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. അതുപോലെ ഹാപ്പി വിഷു. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയില് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നോക്കാനായിട്ട് പോവാണ്. അപ്പം ഈ ഒരു വീഡിയോയില് നമ്മൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈലിന് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ പ്രൈസിന്റെ ലെവൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ 5 മിനിറ്റിന്റെ ചാർട്ടിലാണ്. ഓക്കെ. അപ്പം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ലെവൽ നമ്മൾ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ള ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം നാളെ നമുക്ക് എന്താണ് ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. അതായത് 23,840 മുതൽ 23,933 എന്ന് പറയുന്ന ലെവൽ വരെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നിഫ്റ്റിയിൽ മാർക്ക്. ഇതിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ എന്താണ് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം നാളെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഷോർട്ട് സെല്ലിംഗ് താഴേക്ക് നോക്കാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഒരു ലോങ് സൈഡിലേക്ക് ഇതിന്റെ മുകളിലായിട്ട് അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നു അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതായത് 23,933 മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്സൈഡിലേക്ക് നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു 24,050 ആണ്. 24,050 ലെവല് ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആണ്. സെക്കൻഡ് നെക്സ്റ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് 24,147. അതുപോലെ തന്നെ 24,300 ഏരിയ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പം ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 23,730 ആ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 23,600 ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. 23,470 മുതൽ 23,448. അപ്പം താഴേക്ക് ഒരു ഡൗൺ സൈഡിലേക്ക് നമ്മൾ നോക്കുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് ഇത് ഈ ഒരു ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു പി സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ നേരെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോകണം. അതായത് ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പം ഈ രണ്ട് ലെവല് നാളത്തേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. അതായത് വാല്യൂ ഏരിയ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് വലിയൊരു ഹൈ എന്ന് പറയുന്നത് 23,926, വലിയൊരു ലോ എന്ന് പറയുന്നത് 23,752 ആണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ഒക്കെ തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ വാല്യൂരിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയിൽ ഒരു ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതേപോലെ തന്നെ വാല്യൂരിയന്റെ ലോയിന്റെ താഴെയായിട്ട് ഈ ലോയിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഈ വാല്യൂരിയ ലോയും ഹൈയും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ POC ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. 23,856 ആണ്. അപ്പം ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസും ലെവൽസും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.